അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പോർട്ട്ഫോളിയോയും സാധനങ്ങളാണ് കംപ്ലീറ്റ്ലി 3 കൊല്ലത്തിൽ എടുത്ത് കളഞ്ഞിട്ട് ഗിറ്റബ് ഒക്കെ ഞാൻ കളഞ്ഞു. ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോൾ 20K ആവുമെന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാൻ ഷെയർ ചെയ്തില്ല ലിങ്ക്ഡിൻ. ഇപ്പം വെർസലിന്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഷെയർ ചെയ്യാതെ ഞാൻ ജസ്റ്റ് എന്റെ MCA ക്ലാസ് ഗ്രൂപ്പിൽ മാത്രം ഷെയർ. അപ്പൊ തന്നെ ആക്ച്വലി ഇത് 20K സംതിങ് പോയി. BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ഒരു 3 ഇയർ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി MCA. അപ്പൊ അതൊരു റൈറ്റ് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള റിഗ്രറ്റ് ഒന്നുമില്ല. ലൈക്ക് ഞാൻ ആ ടൈം നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് എടുക്കാൻ തോന്നുവാണെങ്കിൽ എടുക്കുക. BSc ടൈമിൽ ഉണ്ടായിരുന്ന എന്റെ ഗിറ്റബും ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് ആ 3 ഇയർ ഞാൻ കോഡിംഗ് ഒന്നും ചെയ്തില്ല. സ്റ്റാക്ക് ഓവർഫ്ലോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അന്ന് കോഡ് ചെയ്യുക. ഇന്നത്തെ പോലെ AI ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ നോർമലി എല്ലാവരും ലിങ്ക്ഡിനിലെ അക്കൗണ്ടിലും ലൈക്ക് CVയിലും നമുക്കറിയാം എന്താ അവർ ചെയ്യുന്ന മിസ്റ്റേക്ക്. അപ്പൊ അവര് എല്ലാവരും ലൈക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഫൺ വേ അതായിരുന്നു ഉദ്ദേശം. അപ്പൊ അത് ഒരു ട്രോളിംഗ് ആയിട്ടുള്ള രീതിയിൽ ജനറേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. നമുക്കെല്ലാം ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയിട്ടുള്ളത് ഉണ്ടോ യൂണിവേഴ്സിൽ നിന്ന് വന്നിട്ടുള്ള കുറേയധികം പ്രൊഡക്ട്സ് ആണ് ആക്ച്വലി. പക്ഷെ അതല്ലാതെ അതിനോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി pazham.cv എന്ന്. സോസ്കിൽസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂസർ നെയിമാണ് ഇതിൽ ആക്ച്വലി നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളത്. പക്ഷെ ആരാണ് ഈ വ്യക്തി എന്നുള്ളതോ അല്ലെങ്കിൽ ഈ വ്യക്തി കേരളത്തിൽ നിന്നുള്ളതാണോ മലയാളിയാണോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല. ബട്ട് നമുക്ക് മീറ്റ് ചെയ്യാം അഭിജിത്ത് ആക്ച്വലി. യെസ്, അഭിജിത്ത് ആക്ച്വലി RIT-ലാണ് പഠിച്ചത്. റീസെന്റ് പാസ് ഔട്ട് ആയത് RIT എന്നാണ് ആക്ച്വലി. 2026 ഇപ്പം എഡ്യൂപോർട്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ എന്തായിരുന്നു ആക്ച്വലി pazham.cv അല്ലെങ്കിൽ മറ്റേ banana.fund അല്ലേ? banana.cv.fund. അതാണ് cv.fund. യെസ്. അപ്പം ബേസിക്കലി എന്താ വെച്ചാൽ നമ്മള് നോർമലി എല്ലാവരും ലിങ്ക്ഡിനിലെ അക്കൗണ്ടിലും ലൈക്ക് CVയിലും നമുക്കറിയാം എന്താ അവർ ചെയ്യുന്ന മിസ്റ്റേക്ക്. അപ്പൊ അവര് എല്ലാവരും ലൈക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ ഫൺ വേ അതായിരുന്നു ഉദ്ദേശം. അപ്പൊ അത് ഒരു ട്രോളിംഗ് ആയിട്ടുള്ള രീതിയിൽ ജനറേറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പൊ അതിനൊരു നെയിം വേണം. CV ട്രോള് എന്ന് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് അതൊരു മെമ്മറിയിൽ നിൽക്കില്ല. അപ്പൊ അതിനൊരു എന്താ പറയാ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു നെയിം വേണം. എല്ലാവർക്കും യൂസ് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നാം. അപ്പം ആ പേര് അന്വേഷിച്ച് പോകുമ്പോഴാണ് ലൈക്ക് റാൻഡം ആയിട്ട് എപ്പോഴോ പഴം എന്നുള്ള ഒരു പേര് വന്നപ്പോൾ അത് മൈൻഡിൽ നിൽക്കുന്നു തോന്നി. അപ്പോൾ പഴം CV എന്നുള്ള രീതിയിൽ ഇറക്കി. നൈസ്. അപ്പം ഇതായിരുന്നു അപ്പം ആദ്യമായിട്ട് ബിൽഡ് ചെയ്തിരുന്ന സാധനം, അതോ ഐ മീൻ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടുണ്ടായിരുന്ന സാധനം അല്ലേ? മുന്നേ ഇതിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ പബ്ലിക്കലി ഞാൻ റിലീസ് ചെയ്തിട്ടൊന്നുമില്ല. ബേസിക്കലി എന്തെങ്കിലും ബോട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എനിക്ക് തന്നെ ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാത്രം പബ്ലിക്കലി ഇങ്ങനെ റിലീസ് ചെയ്ത് ആൾക്കാർക്ക് യൂസ് ചെയ്യാനുണ്ടായിട്ടുള്ള ആദ്യ ടൂള് pazham.cv ആയിരുന്നു. ബേസിക്കലി ഇത് ബിൽഡ് ചെയ്ത പോലും ലൈക്ക് നെക്സ്റ്റ് ഡേ ഒരു എക്സാം ഉണ്ട് എല്ലാവർക്കും. അപ്പം ഞാൻ MH ഇരിക്കുക. അപ്പൊ എല്ലാവരും അവിടെ ഇരുന്ന് പഠിക്കുവാണ്. അപ്പൊ അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഈ സാധനം ബിൽഡ് ചെയ്തു. ലൈക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതുകൊണ്ട് ലൈക്ക് അവിടെ ഇരുന്ന് ഈ സാധനം ബിൽഡ് ചെയ്തു. നൈസ്. അപ്പം ഇതിപ്പം കോളേജിൽ ഉണ്ടായിരുന്ന സമയത്ത് കോളേജിൽ ഉണ്ടായിരുന്ന നമ്മൾ 3rd or 4th സെമ്മിന്റെ ടൈമിൽ ഞാൻ ചെയ്തായിരുന്നു. ലൈക്ക് നെക്സ്റ്റ് ഡേ സെം എക്സാമോ ഇന്റർണൽ എക്സാമോ സംതിങ് ആണ്. അപ്പൊ എല്ലാവരും പഠിത്തത്തിന്റെ കാര്യത്തിൽ ബിസി ആയിരിക്കുമ്പോൾ ഞാൻ അവിടെ താഴെ ഇരുന്ന് ലാപ്പിലിട്ട് ഇത് ബിൽഡ് ചെയ്യാന്നുണ്ട്. മൈൻഡിൽ ഉണ്ടായിരുന്നു കുറച്ച് ദിവസം മുന്നേ ചെയ്യണം. അപ്പൊ ഇതപ്പൊ എങ്ങനെയായിരുന്നു? അപ്പം ഐ മീൻ ബാക്കിയുള്ളവരാണ് ചെയ്ത് കോളേജിലുള്ള ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുകയായിരുന്നോ? ഐ മീൻ എങ്ങനെയാണ് ഇത് ഇത്ര ട്രെൻഡിങ് ആയത്? ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ നമ്മള് ബേസിക്കലി ചെയ്യുന്ന പോലും ക്ലാസ്സിലെ പിള്ളേരെ ട്രോൾ ചെയ്യാന്നുള്ള രീതിയിലാണ്. നേരെ ക്ലാസ് ഗ്രൂപ്പിലിട്ടു. അപ്പൊ ക്ലാസ് ഗ്രൂപ്പിലിട്ടപ്പം അവര് തന്നെ ട്രൈ ചെയ്തിട്ട് അവര് ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങി, മറ്റുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക്. അപ്പൊ അങ്ങനെയാണ് ഇത് ബേസിക്കലി. ഞാൻ പോലും അറിഞ്ഞില്ല ഇതിങ്ങനെ, കാരണം ഞാൻ പോസ്റ്റ് ഇട്ടില്ല ലിങ്ക്ഡിനിലോ ട്വിറ്ററിലോ ഒന്നും പോസ്റ്റ് ഇട്ടില്ല. അപ്പം വെർസലിന്റെ അനലിറ്റിക്സ് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഷെയർ ചെയ്യാതെ ഞാൻ ജസ്റ്റ് എന്റെ ക്ലാസ് ഗ്രൂപ്പ് എന്റെ MCA ക്ലാസ് ഗ്രൂപ്പിൽ മാത്രം ഷെയർ. അപ്പൊ തന്നെ ആക്ച്വലി ഇത് 20K സംതിങ് പോയി. അപ്പൊ ഞാൻ അൺഎക്സ്പെക്ടഡ് ആയിരുന്നു സംഭവം. ലൈക്ക് ഞാൻ രാവിലെ എണീച്ച് നോക്കുമ്പോൾ 20K ആവുമെന്ന് പറഞ്ഞാൽ ലൈക്ക് ഞാൻ ഷെയർ ചെയ്തില്ല ലിങ്ക്ഡിനിൽ. അപ്പൊ അത് പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഞാൻ ലിങ്ക്ഡിനിൽ ഷെയർ ചെയ്തപ്പോൾ കുറച്ചുകൂടി വ്യൂ. അപ്പം സോഫാർ ഇപ്പൊ എത്ര പേര് ആൾക്കാർ അത് യൂസ് ചെയ്തിട്ടുണ്ടാവും? ഞാനൊരു 3,50,000 വരെ കുറച്ചൊരു മന്ത് മുന്നേ ട്രാക്ക് ചെയ്തു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് നോക്കിയിട്ടില്ല. അപ്പൊ എന്താ അപ്പം യൂസ് ചെയ്യുന്ന മോഡലൊക്കെ? യൂസ് ചെയ്യുന്നത് ജെമിനിന്റെ ഫ്ലാഷ് മോഡലാണ്. അപ്പൊ അത് വെച്ചാണ് ലൈക്ക് API കോൾ പോവും. നമ്മൾ കൊടുക്കുന്ന CV ഉപയോഗിച്ച് API കോൾ പോവും. എന്നിട്ട് ആ ട്രോള് ജനറേറ്റ് ചെയ്ത് നമ്മൾ വിഷ്വലി കാണിച്ചു കൊടുക്കുന്നത്. എനിക്കൊന്ന് കുറെ പേർക്ക് ചിലപ്പം എന്താണ് banana.fund എന്ന് അറിയുന്നുണ്ട് അല്ലെ? എക്സാക്ട്ലി എന്താ ചെയ്യുന്നത്? ഒരു അതായത് നമ്മൾ വെബ്സൈറ്റിൽ CV അപ്ലോഡ് ചെയ്യുമ്പോൾ ആ CV നമ്മൾ ജെമിനിനെ കോൾ ചെയ്യും. ലൈക്ക് ആ CVന്റെ ഡാറ്റ ജെമിനി കോൾ ചെയ്തിട്ട് ഞാൻ എക്സ്ട്രാ ഒരു പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്നേ രീതിയിൽ ട്രോൾ ചെയ്യണം എന്നുള്ള രീതിയിൽ ആ CVനെ ലൈക്ക് മിസ്റ്റേക്ക് കാണിച്ച് ഇന്നേതൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് ട്രോൾ ചെയ്യണം. അപ്പൊ ജെമിനി അതിനനുസരിച്ച് റിപ്ലൈ ചെയ്യും. ലൈക്ക് ബ്രൂട്ടലി നമ്മൾ ട്രോൾ ചെയ്യും. അപ്പൊ ആ ജെമിനി തരുന്ന ഔട്ട്പുട്ട് നമ്മൾ വിഷ്വലി കാണിച്ചു കൊടുക്കുന്നുള്ള രീതിയിൽ. കോളേജ് ആയിരുന്നപ്പോഴത്തേക്ക് പിന്നെ വേറെ എന്തൊക്കെയായിരുന്നു പരിപാടികൾ? കോളേജിൽ പിന്നെ അത് കഴിഞ്ഞിട്ട് ബിൽഡ് ചെയ്ത ഒരു മല്ലൂക്കി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അതെന്താ വെച്ചാൽ നമുക്ക് നോർമൽ ഇംഗ്ലീഷ് ടൈപ്പിംഗ് സ്പീഡ് ചെക്ക് ചെയ്യുന്ന ഒരുപാട് വെബ്സൈറ്റ് ഉണ്ട്. പക്ഷെ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് മലയാളത്തിലും കീബോർഡ് ഉപയോഗിച്ചിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും.
പക്ഷെ അങ്ങനെ ഒരു സ്പീഡ് ടൈപ്പിംഗ് സംഭവം ഞാൻ കണ്ടില്ല. ഓക്കെ. അപ്പൊ അതിന്റെ പേരിൽ ബിൽഡ് ചെയ്തായിരുന്നു മല്ലു കീ എന്ന് പറഞ്ഞത്. അതായത് ഓരോ കീ ടൈപ്പ് ചെയ്യുമ്പോഴും അതിന് അതിൻ്റെതായ ഒരു ഫീല് കിട്ടുക, സൗണ്ട് കിട്ടുക എന്നുള്ള രീതിയിലും ഓക്കെ. നമുക്ക് നമ്മളെ സ്പീഡ് ടെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പൊ അത് കണ്ടപ്പം ലൈക്ക് മംഗ്ലീഷ് കീബോർഡിലെ തനിയും ഒക്കെ വിളിച്ച് സാറൊക്കെ വിളിച്ച് അപ്പൊ അവിടെ ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. കൊച്ചിയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്? ഞാൻ ഇതിനു മുന്നേ വന്നായിരുന്നു, സനിയും കാണാൻ വേണ്ടി മാത്രമേ അങ്ങനെ വന്നായിരുന്നു. ഓ നൈസ് നൈസ്. അപ്പൊ അതപ്പോ ഏത് ടൈം പീരീഡിൽ നടക്കുന്നത്? നമ്മൾ പഴം ഡോട്ട് പഴം കഴിഞ്ഞിട്ട് ഒരു ഫോർത്ത് സെം എൻഡില്, അതായത് എന്റെ MCA കഴിയാനാകുമ്പോഴുള്ള ടൈമിലായിരുന്നു ചെയ്തത്. യെസ്. അപ്പോഴേക്കും ഒരു നല്ല പ്രൊഫൈലും സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് അപ്പം എഡ്യൂപോർട്ടിലേക്ക് എഡ്യൂപോർട്ടിലേക്ക് വിളിക്കുന്ന ടിങ്കർ ഹബിൽ ഒരു കണ്ടപ്പോൾ അങ്ങനെ അവരെന്നെ കോൺടാക്ട് ചെയ്തു. അപ്പൊ അവർക്ക് ഇങ്ങനെ ടൂളൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരെ ഇഷ്ടപ്പെട്ടപ്പോൾ പ്രൊഡക്റ്റ് ടീമിലേക്ക് അവരെന്നെ ഹയർ ചെയ്യുന്നുണ്ട്. യെസ്. ജനറലി ഇപ്പം ആൾക്കാര് ഏറ്റവും കൂടുതലുള്ള ഡൗട്ട് ആയിരിക്കും ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്നു, ഉടനെ ഒരു പ്രൊഡക്റ്റിനെ പറ്റി ആലോചിക്കുന്നു, ഉടനെ നമ്മൾ ആ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതായിരിക്കും. ചിലപ്പം ഇതുവരെയും അങ്ങനത്തെ എന്തെങ്കിലും പേഴ്സണൽ ഫണ്ട് പ്രൊജക്ട്സ് ചെയ്യാത്ത സെറ്റ് ഓഫ് ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാകാം. എങ്ങനെയാണ് താങ്കളുടെ ഒരു അപ്രോച്ച്? ഐ മീൻ ഇത് ഒരു സാധനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്തു തുടങ്ങുന്നതാണോ അതോ റാൻഡംലി എന്തെങ്കിലും സാധനം കാണുമ്പോഴത്തേക്കും ചെയ്യുന്നതാണോ? എന്താണ് താങ്കളുടെ ഒരു അപ്രോച്ച്? ബേസിക്കലി എനിക്കൊരു നോഷന്റെ ഇതുണ്ട്, പേജ് ഉണ്ട്. അപ്പൊ അതിൽ ഞാൻ എന്തെങ്കിലും ഉള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിടും. ഓക്കെ. അപ്പൊ മൈൻഡിൽ എപ്പോഴെങ്കിലും ഇതിനോട് പിന്നെയും നമ്മൾ അത് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ പ്രോജക്റ്റ് ചെയ്യുന്നുള്ള രീതിയിലേക്കാണ് മൂവ് ചെയ്യുക. ഓക്കെ. അപ്പം ബേസിക്കലി ആരും ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ പഴശ്ശി എടുത്താൽ പോലും ആദ്യം ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊരു നെയിം വേണം, നെയിം ഇടും. അത് കഴിഞ്ഞാൽ അതിന്റെ ഡിസൈന് ഞാനൊരു A4 ഷീറ്റിൽ വരച്ച് സെറ്റ് ആക്കും. ലൈക്ക് എങ്ങനെ നമ്മൾ ഇനീഷ്യൽ ഒരു യൂസർ കയറുമ്പോൾ അതെന്തൊക്കെ അവിടെ കാണണം, അത് നോർമൽ കൈ കൊണ്ട്, അതായത് പെൻസിൽ എടുത്ത് ഞാൻ ഡ്രോ ചെയ്യും. അങ്ങനെ വലിയ രീതിയിൽ ഡ്രോ ചെയ്യും നോർമലി. എന്നിട്ട് അതെടുത്ത് ജെമിനിക്ക് കൊടുക്കും. ജെമിനിനോട് ഒരു ഇമേജ് ജനറേറ്റ് ചെയ്യുമ്പോൾ അപ്പൊ അത് വെച്ച് ഞാൻ തന്നെ കളർ പറയും. ഇപ്പം ഒരു ഫ്രണ്ടിൽ ഒരു ഐക്കൺ കൊടുത്ത് അതിനിങ്ങനെ റെഡ് കളർ വേണമെന്ന് അതിൽ എഴുതിയിടും. ജെമിനി അതിനനുസരിച്ച് ജനറേറ്റ് ചെയ്ത് പിന്നെ അത് വെച്ചിട്ട് ഞാൻ തന്നെ അനലൈസ് ചെയ്ത് പിന്നെ കോഡ് ചെയ്യാനിരിക്കും. ബേസിക്കലി ഇന്നേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. എന്താണോ അതിന് തോന്നുന്നത്, അനുയോജ്യമായിട്ട് തോന്നുന്നത് അത് വെച്ച് AI സഹായത്തോടുകൂടി ബിൽഡ് ചെയ്യാന്നുള്ളത്. അപ്പൊ സോഫാർ ബിൽഡ് ചെയ്തതില് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ലാംഗ്വേജ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കംഫർട്ടബിൾ, എനിക്ക് റസ്റ്റ് ഇഷ്ടമായിരുന്നു. ഞാനൊരു ടെർമിനലിന്റെ ഒരു പ്രോജക്ട് ചെയ്തായിരുന്നു. AI ടെർമിനൽ എന്ന് പറഞ്ഞിട്ട് ഒരു ലിനാര ടെർമിനൽ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ലിനാര? അതൊരു നെയിം കൊടുത്തതേ ഉള്ളൂ. അത് നമ്മൾ ടെർമിനൽ ഇപ്പം CDLS എന്ന കമാൻഡ് നമുക്ക് അറിയണം. അപ്പം CS പഠിക്കുന്നവർക്ക് അത് അറിയായിരിക്കും, അല്ലാത്തവർക്ക് ഇത് അറിയില്ല. അപ്പം ടെർമിനൽ കുറച്ചുകൂടി എല്ലാവർക്കും എളുപ്പമായിരിക്കണം. അപ്പം നമുക്കിപ്പം ഒരു 5 ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ടെർമിനലിൽ പോയിട്ട് ഇപ്പം MKDR 1 2 3 4 അടിച്ചാൽ 5 ഫയൽ ക്രിയേറ്റ് ചെയ്യും. പക്ഷെ അത് ലിനക്സ് അറിയാത്തവർക്ക് അറിയണമെന്നില്ല. അപ്പൊ അവർക്ക് ഒരു AI വെച്ചിട്ട് ജസ്റ്റ് അവരോട് പറഞ്ഞാൽ 5 ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും, ഇന്ന നെയിം എന്ന് പറഞ്ഞാൽ ലിനക്സ് ഓൾറെഡി അത് ചെയ്യും. അപ്പൊ AI വെച്ചിട്ടുള്ളത്. പിന്നെ AI സജഷനും കുറച്ചൊരു അപ്ഡേറ്റ് ആക്കിയിട്ടുള്ള ഒരു ടെർമിനൽ. ടെർമിനൽ ആണ് വ്യൂ, പക്ഷെ നമുക്ക് നാച്ചുറൽ ലാംഗ്വേജിൽ പ്രോംപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ്. നോർമൽ ടെർമിനലിൽ കുറച്ചൊരു അഡ്വാൻസ്ഡ് ആക്കി AI വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ഞാൻ തന്നെ ഞാൻ ഇതുവരെ യൂസ് ചെയ്യുന്നത് ലിനക്സ് ലാപ്ടോപ്പ്. അപ്പൊ ഞാൻ ഇതുവരെ ആ ടെർമിനൽ തന്നെ യൂസ് ചെയ്ത് പോവായിരുന്നു. എന്റെ തന്നെ പ്രൊഡക്റ്റ് ഞാൻ തന്നെ യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു. ഇപ്പൊ എന്നിട്ട് അത് എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്തോ? അത് ഗിറ്റബിൽ അതിന് കോഡ് ഉണ്ട്. അപ്പൊ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെ. പക്ഷെ അവര് API സെറ്റ് ആക്കേണ്ടി വരും. ലൈക്ക് AI കോൾ ചെയ്യണ്ടെങ്കിൽ ഇത് ഞാൻ എന്റെ സിസ്റ്റത്തിൽ ഹോസ്റ്റ് ചെയ്യാം. ഇതിപ്പം കോളേജിലുള്ള കാര്യം. ഇപ്പൊ എവിടെയായിരുന്നു അപ്പം വീട് എവിടെയാണ്? ഞാൻ വീട് കണ്ണൂരാണ്. അപ്പൊ പഠിച്ചതും എല്ലാം കണ്ണൂരാണ്? കണ്ണൂര് ഞാൻ BSc പഠിച്ച് അത് കഴിഞ്ഞിട്ട് ഒരു 3 ഇയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഞാൻ MCA വരും. അപ്പൊ എന്തായിരുന്നു 3 ഇയർ ഗ്യാപ്പ്? 3 ഇയർ ചില്ല് ചെയ്തു, കുറച്ച് യാത്ര ചെയ്തു, ഗെയിം കളിച്ചു, സിനിമ കണ്ട് നടന്നു. BC ആയിരുന്നു അത്? BSc കമ്പ്യൂട്ടർ സയൻസ്. BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിട്ട് ഒരു 3 ഇയർ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി MCA എടുത്തത്. അപ്പൊ അതൊരു റൈറ്റ് ഡിസിഷൻ എടുക്കുന്നു എന്നുള്ള റിഗ്രറ്റ് ഒന്നുമില്ല. ലൈക്ക് ഞാൻ ആ ടൈം നല്ല രീതിക്ക് എൻജോയ് ചെയ്തിട്ടുണ്ട്. വീട്ടുകാരും ലൈക്ക് അങ്ങനെ പ്രഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞില്ല. ലൈക്ക് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോ അതിന് റിഗ്രറ്റ് ഉണ്ടോന്ന് വെച്ചാൽ ലൈക്ക് അങ്ങനെയൊന്നുമില്ല. ഹൈലി റെക്കമെൻഡഡ്. എല്ലാവരോടും എന്തെങ്കിലും കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് ഫിഗർ ഔട്ട് ചെയ്ത് അടുത്ത ഡിസിഷൻ എടുക്കാൻ പറയാം. ബ്രേക്ക് എടുക്കാൻ തോന്നുവാണെങ്കിൽ എടുക്കുക. ഞാനങ്ങനെ ബ്രേക്ക് എടുക്കണം എന്ന് വെച്ചാൽ എടുത്തില്ല. ചുമ്മാ ഇരുന്നു, 3 കൊല്ലം പോയത് അറിഞ്ഞില്ല. അപ്പൊ പിന്നെ തിരിച്ച് MCA പോലെ ഒരു കോഴ്സ് എടുത്ത് പഠിച്ചു. അങ്ങനെ ആ സമയത്ത് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നോ? ആ സമയത്ത് ഞാൻ കോഡിംഗ് ഒക്കെ ഒഴിവാക്കി. BSc ടൈമിൽ ഉണ്ടായിരുന്ന എന്റെ ഗിറ്റബും ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒക്കെ ഞാൻ ഡിലീറ്റ് ചെയ്ത് എല്ലാത്തിൽ നിന്നും മാറി നിന്നായിരുന്നു. ആ 3 ഇയർ ഞാൻ കോഡിംഗ് ഒന്നും ചെയ്തില്ല. അപ്പം 3 ഇയർ കഴിഞ്ഞിട്ട് തിരിച്ച് MCA വരുമ്പോൾ പെട്ടെന്നൊരു ചേഞ്ച് ഉണ്ടായി. ലൈക്ക് ആ 3 ഇയറിൽ ഉണ്ടായ ചേഞ്ച് ഒക്കെ ലൈക്ക് അപ്പൊ ഇല്ല, സ്റ്റാക്ക് ഓവർഫ്ലോ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അന്ന് കോഡ് ചെയ്യുക. ഇന്നത്തെ പോലെ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അപ്പം പെട്ടെന്നൊരു ചേഞ്ച് ഒന്നും പോലെ ഉണ്ടായിരുന്നു.
ഓക്കെ മറ്റേ ഇല്ല എനിക്കത് പറയുമ്പോൾ മറ്റേ ഇന്നത്തെ പോലെ ഇല്ല എന്നുള്ളൊരു കാലഘട്ടം ശരിക്കും ഇതൊരു 5 ഇയർ മറ്റേ 6 ഇയർ മുന്നേ ഉള്ള കാലഘട്ടം, പക്ഷെ ഭയങ്കര ലോങ് ടൈം പറയുന്ന പോലെ ആലോചിക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് അപ്പൊ ആക്ച്വലി MCA എടുക്കാൻ തോന്നിയ? ഐ മീൻ അതിനെന്തെങ്കിലും സ്പെസിഫിക് റീസൺ ഉണ്ടായിരുന്നോ? ഒരു സ്പെസിഫിക് റീസൺ ഇല്ല. 3 വർഷത്തെ ഒരു ഗ്യാപ്പുള്ള ഒരാൾ ഇപ്പം ഏതെങ്കിലും ഒരു ഫീൽഡിൽ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് 3 വർഷത്തെ ഗ്യാപ്പ് ഇല്ല എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അപ്പൊ ഞാനൊരു കോഴ്സ് എടുത്തു MCA ടൈമിൽ, ഇനി എന്താ അത് ഓക്കെ ആണോ എന്നുള്ള രീതിയിലേക്ക് നോക്കാം, അങ്ങനെ ലൈക്ക് ആ 2 വർഷം കൊണ്ട് ഓക്കെ ആണെങ്കിൽ ഈ ഫീൽഡിലേക്ക് പോവാന്നുള്ള രീതിയിൽ എടുത്തു. അപ്പൊ പിന്നെ ആ സമയത്ത് ഒരു ഫണ്ണുള്ള രീതിയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യും. അപ്പം എനിക്ക് ഓക്കെ തോന്നി, ഇപ്പം അതിലേക്ക് തന്നെ മൂവ് ആയി. നൈസ്. എങ്ങനെയാ ഇപ്പൊ ഈ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കോഡിങ്ങോ സാധനങ്ങളിലേക്കൊക്കെ ഉള്ള ഒരു ഇൻട്രൊഡക്ഷൻ കിട്ടുന്നതൊക്കെ എങ്ങനെയായിരുന്നു? ഇൻട്രോ എന്ന് പറഞ്ഞാൽ ലൈക്ക് ഈ +2 ടൈമിൽ പോലെ നമുക്ക് ഈ ലേബർ ഇന്ത്യ ഉണ്ടാവും. ലൈക്ക് ആ സമയത്ത് എക്സാമിന്റെ ടൈമിൽ നമ്മൾ ലേബർ ഇന്ത്യയിൽ ബയോളജി അല്ലാതെ കമ്പ്യൂട്ടർ സയൻസിന്റെ കൂടി നമുക്ക് ഉണ്ടാവും. ലൈക്ക് ബയോളജി കമ്പ്യൂട്ടർ സയൻസ് വേറെ എന്നല്ല, ഞാൻ ബയോളജി +2 എടുത്തത്. അപ്പോൾ ഞാൻ പോയിട്ട് കമ്പ്യൂട്ടർ സയൻസിന്റെ പേജൊക്കെ ഇങ്ങനെ വായിച്ച് പഠിക്കാറുണ്ടായിരുന്നു ആ ടൈമിൽ. അപ്പൊ കമ്പ്യൂട്ടർ സയൻസിനോട് ഇൻട്രസ്റ്റ് തോന്നി, അങ്ങനെ വീട്ടിനടുത്തുള്ള ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് ചേർന്നു. ഓക്കെ, അപ്പം BSc കമ്പ്യൂട്ടർ സയൻസിന് ചേർന്ന് കഴിഞ്ഞിട്ടാണോ അപ്പം ഈ കമ്പ്യൂട്ടർ സയൻസ് സാധനങ്ങൾ പഠിച്ചു തുടങ്ങി? അതെ അതെ. അതുവരെ എനിക്ക് ലൈക്ക് കോഡിങ്ങോ ബിൽഡിങ്ങോ ലാപ്ടോപ്പ് പോലും ആദ്യമായിട്ട് PC കിട്ടുന്നത് പോലും ഫസ്റ്റ് സെം, അതായത് BSc കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് സെമ്മിൽ. അപ്പം വീട്ടുകാരോട് പറയുന്നു ലൈക്ക് ഓൺലൈനിൽ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങുന്നു, എന്നിട്ട് സ്വന്തമായിട്ട് ഇരുന്ന് ഞാൻ തന്നെ കസ്റ്റം അസംബിൾ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, വീട്ടുകാരെല്ലാം വിചാരിക്കുന്നത് ഇവൻ അറിയാം, ലൈക്ക് ഇവൻ കമ്പ്യൂട്ടർ സയൻസ് പോവാണല്ലോ, അപ്പൊ ഇവന് ബിൽഡ് ചെയ്യാൻ അറിയാം. അപ്പൊ അവരോട് അത് പറയും, ലൈക്ക് ആമസോണിൽ പോകും, വേറെ ഏതെങ്കിലും സൈറ്റിൽ പോകും, ഏറ്റവും വില കുറഞ്ഞ ടൈം നോക്കും, അങ്ങനെ ഒരു 3 മന്ത് ഗ്യാപ്പിൽ ഇങ്ങനെ വാങ്ങും. എന്നിട്ട് അതിരുന്ന് വീട്ടിലിരുന്ന് ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോ ഓക്കെ ആയിരുന്നു. യൂട്യൂബ് ഒക്കെ കണ്ട് ബിൽഡ് ചെയ്ത്. എന്താ ഫസ്റ്റ് കസ്റ്റം ബിൽഡ് ചെയ്ത സ്പെക് ഒക്കെ എന്തൊക്കെയാണ്? Ryzen 5 GPU ആദ്യം ഉണ്ടായിരുന്നില്ല, പിന്നെ GPU എഡിഷൻ Ryzen 5 അങ്ങനെ വെച്ചിട്ട്. അപ്പം മദർ ബോർഡ് മറ്റേ കമ്പാക്ടബിൾ ഒക്കെ ആയിരുന്നു? ഓക്കെ, അതെല്ലാം നോക്കിയിട്ട് തന്നെ ലൈക്ക് എന്നും അപ്ഗ്രേഡ് ചെയ്യുന്നുള്ള രീതിയിൽ തന്നെ ആദ്യം തന്നെ എല്ലാം സെറ്റ്. അപ്പൊ പ്ലാൻ ചെയ്ത് തന്നെയാണ്? പ്ലാൻ ചെയ്ത് കുറെ റിസർച്ച് നടത്തി, കാരണം ആദ്യമായിട്ട് ബിൽഡ് ചെയ്യുന്നതാണല്ലോ, അറിയില്ല, ഇതുവരെ ബിൽഡ് ചെയ്തിട്ട് ശീലമില്ല, കണ്ടിട്ടുമില്ല. യൂട്യൂബ് ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ ആ ഫ്രണ്ട് സർക്കിളിൽ ആരും സിമിലർ പരിപാടികൾ ചെയ്യുന്നവരോ അങ്ങനൊന്നും ഇല്ലായിരുന്നു? ഇല്ല. ഫ്രണ്ട് സർക്കിളിൽ ഞാൻ പഠിച്ചത് +2 പഠിക്കുന്നത് ബയോളജി ആണ്. അപ്പൊ കമ്പ്യൂട്ടർ സയൻസ് ഒന്നും അവിടെ ഇല്ല. അപ്പൊ ഞാൻ തന്നെ ബിൽഡ് ചെയ്യുന്നുള്ള രീതിയിലായിരുന്നു. പരിചയമുള്ള ആർക്ക് അങ്ങനെയാണ് കമ്പ്യൂട്ടർ സാധനങ്ങളിലേക്ക് ആക്സസ് കിട്ടുന്നത്. ആദ്യമായിട്ട് കിട്ടുന്നത് ഡിഗ്രി ടൈമിൽ ഫസ്റ്റ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും അങ്ങനെ ഇപ്പം യൂഷ്വലി എല്ലാവരും അക്കാഡമിക്സിന്റെ പാർട്ടായിട്ട് കുറെ അധികം സാധനങ്ങൾ ഇങ്ങനെ പഠിച്ചു പോകുമായിരുന്നല്ലോ. അപ്പൊ ഇതുപോലെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ആദ്യം അങ്ങനെ ട്രൈ ചെയ്ത് നോക്കി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആ ടൈമിൽ ഇതുപോലെ ഓൺലൈൻ സംഭവമില്ല. 2008 ഞാൻ BSc കമ്പ്യൂട്ടർ സയൻസ്. ഇതുപോലെ ഓൺലൈൻ ഇങ്ങനെ റീലുകളോ ലൈക്ക് ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പൊ എന്തെങ്കിലും യൂട്യൂബിൽ കണ്ട് എന്നുള്ള രീതിയിൽ ബിൽഡ് ചെയ്യാന്നുള്ള രീതിയായിരുന്നു. അങ്ങനെ സെർച്ച് ചെയ്ത് പോകും. അപ്പൊ എന്തെങ്കിലും കണ്ട് ചെയ്താൽ ചുമ്മാ ബിൽഡ് ചെയ്യുന്നുള്ള രീതിയാണ്. ഇപ്പൊ ടെലിഗ്രാം ബോട്ടൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു ട്രെൻഡിങ്. അപ്പൊ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ തന്നെ ടെലിഗ്രാം ബോട്ട് ഉണ്ടാക്കുക, വാട്സപ്പിൽ എന്തെങ്കിലും കാര്യം. പക്ഷെ അങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് നോക്കണം എന്നുള്ള തോട്ട് പ്രോസസ് വരാൻ എന്തെങ്കിലും എന്തെങ്കിലും റീസൺ ഉണ്ടോ? റീസൺ ഒന്നുമില്ല, ലൈക്ക് ആൾക്കാർ ഇങ്ങനെ ചെയ്ത് കണ്ടിട്ട് ഇപ്പൊ നമുക്കും ചെയ്യാമോ. നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോ കാണുമ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനത്തെ കുറെ റാൻഡമായിട്ട് വരാൻ തുടങ്ങി. ലൈക്ക് എസ്പെഷ്യലി ബിൽഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇനിഷ്യലി ബിൽഡിംഗ് പോലും നടന്നത് എനിക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് CS-ന്റെ ആണല്ലോ സെർച്ച് ചെയ്ത് കളിച്ചോണ്ടിരുന്ന ഗെയിംസ്. കളിക്ക് CS:GO അങ്ങനെയുള്ള ഗെയിംസ് ഒക്കെ കളി. ഇപ്പം വെലറന്റ് അങ്ങനെ ആ ഒരു രീതിയിലുള്ള സ്റ്റോറി മോഡല്ല, ഗെയിം. അപ്പം ആ ബേസിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ യൂട്യൂബ് ഫീൽഡിൽ ഇങ്ങനെ കമ്പ്യൂട്ടർ സയൻസിന്റെ കയറി വരും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെറുത് ബിൽഡ് ചെയ്യും. അന്ന് ഇത്ര ഈസി ആയിരുന്നില്ല. ലൈക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഒരുപാട് സെർച്ച് ചെയ്ത് സ്റ്റാക്ക് ഓവർഫ്ലോ പോകണം, കണ്ടുപിടിക്കണം. ഇപ്പം ജസ്റ്റ് നമുക്ക് ChatGPT-നോട് ചോദിച്ചാൽ ChatGPT കോഡ് തന്നെ തരും. ജസ്റ്റ് ഒരു കോഡ് കൊടുത്തൊരു ഗെയിം പോലും ഉണ്ടായി തരും. ആ ഒരു കാലഘട്ടമായിരുന്നില്ല. അപ്പം ഗെയിമിനകത്ത് എന്തെങ്കിലും എക്സ്റ്റൻഷൻസ് ആയിരുന്നു? അപ്പൊ എങ്ങനെ ഗെയിമും ഈ അതിന് കണക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ ബിൽഡ് ചെയ്യണം എന്ന് വന്നത്? ഗെയിമിനടുത്ത് ഗെയിമായിട്ടൊന്നുമില്ല. ഗെയിം ഞാൻ ട്രൈ ചെയ്തു ബിൽഡ് ചെയ്യാൻ. ലൈക്ക് ഒരുപാട് പാടായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള 3D മോഡൽസ് ഒക്കെ സെറ്റ് ചെയ്യാന്നുള്ളത്. അപ്പൊ അത് വിട്ടായിരുന്നു. ഗെയിം കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. ബോട്ട്, ചെറിയ PHP യൂസ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകൾ, അങ്ങനെയുള്ള കാര്യം. ഫസ്റ്റ് എന്താ ബിൽഡ് ചെയ്തതെന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഓർമ്മയില്ല, ബോട്ടായിരിക്കും, ടെലിഗ്രാം ബോട്ട് എന്തെങ്കിലും ആയിരിക്കും. കാരണം അത് അത്രയും പഴയതായിട്ടുള്ള 3 ഇയർ ഗ്യാപ്പിന് മുന്നേ ഉള്ളതായതുകൊണ്ടൊന്നും അത്ര ഞാൻ ഓർക്കുന്നില്ല ആ കാലഘട്ടം. എന്നിട്ട് അപ്പൊ അങ്ങനെ കൊണ്ടായിരുന്ന പോർട്ട്ഫോളിയോയും സാധനങ്ങളാണ് കംപ്ലീറ്റ്ലി 3 കൊല്ലത്തിൽ എടുത്ത് കളഞ്ഞിട്ട് GitHub ഒക്കെ ഞാൻ കളഞ്ഞു, ഡിലീറ്റഡ് GitHub. അപ്പൊ പിന്നെ എന്നിട്ട്
തിരിച്ച് MCA വരുമ്പോൾ പുതിയ ഗിറ്റ് എടുത്തു, പുതിയ ലിങ്ക്ഡിൻ എടുത്തു. കണ്ടാലറിയാം MCAക്ക്. എന്നിട്ടാണ് മറ്റേ നമ്മൾ മറ്റേ പുതിയ നെയിം ഒക്കെ പുതിയ നെയിം സോക്സിൽസി എന്ന് പറഞ്ഞാൽ സോക്സിൽസ്കി ZOXILSI. അത് എവിടുന്ന് കണ്ടുപിടിച്ച്? അത് റാൻഡം ആയിട്ട് കണ്ടുപിടിച്ചതാ. ലൈക്ക് ആർക്കും ഇല്ലാത്തൊരു പേര് വേണമെന്നുണ്ടായിരുന്നു. മറ്റേ ഒരു റഷ്യൻ ഫീൽ. അപ്പൊ ഇപ്പം പക്ഷെ എല്ലാവർക്കും പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ചുകൂടി പാടായി തുടങ്ങി. അത് ലൈക്ക് പക്ഷെ ആൾക്കാർക്ക് ഓൺലൈനിൽ അറിയുന്നത് കാരണം എന്റെ ലിങ്ക്ഡിലും എല്ലാവരും യൂസർ നെയിം സെയിം ആണ്. അങ്ങനെ ആൾക്കാർക്ക് അറിയുന്ന ആ നെയിമിലായിരിക്കാം. പഴസീവിന്റെ പോലും ടൈമിൽ ലൈക്ക് യൂസർ നെയിം ഇതായിരുന്നു. അപ്പൊ അങ്ങനെ വെച്ചാൽ അപ്പൊ ഇപ്പൊ എന്താ ആക്ച്വലി ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ? ഞാനിപ്പം ലൈക്ക് ഇപ്പൊ ഒരു സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഒരു ഡിസൈനേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. ഒരു മെഷ് ഗ്രേഡിയൻസ് ലൈക്ക് ഹീറോ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നമുക്ക് എങ്ങനെ രീതിയിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടൂൾ. അപ്പൊ അതിലിങ്ങനെ കസ്റ്റമൈസേഷൻ കൊണ്ടുകൊണ്ടിരിക്കുക. അതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളതാ. 2-3 ആൾക്കാർ കോൺട്രിബ്യൂട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ മെഞ്ഞാന്നാണ് റിലീസ് ചെയ്തത്. അപ്പൊ അതിൽ റാൻഡം ആയിട്ട് 2-3 ആൾക്കാർ കോൺട്രിബ്യൂട്ട്, ഒരു അൻസിൽ എന്നൊക്കെ പറയുന്നൊരു റാൻഡം ആയിട്ട് വന്നത്. ഞാൻ കോൺടാക്ട് ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടപ്പം ലൈക്ക് PR കൊടുക്കുന്നു, ലൈക്ക് നല്ല രീതിക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാനും ആ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് സ്പെസിഫിക് പ്രോഡക്റ്റ് ചെയ്യുന്നത്? മെഷ് ഗ്രേഡ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഹീറോ സെക്ഷനിലും ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈസി ആയിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ട് അതിന്റെ കോഡോ അല്ലെങ്കിൽ വീഡിയോ SVG ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. നൈസ്. അപ്പം സിമിലർലി അങ്ങനെ എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു എക്സിലൊക്കെ ആൾക്കാർ കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാൻ കുറച്ച് പാടുപെടുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒന്നിലേക്ക് മൂവ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് പോയതായിരുന്നു. നൈസ്. അപ്പൊ അതാണ് ഇപ്പം കറന്റ്ലി ചെയ്തോണ്ടിരിക്കുന്നത്. കറന്റ്ലി അതാണ് ചെയ്തത്. എന്തെങ്കിലും കിട്ടിയാൽ അതിലേക്ക് മൂവ് ചെയ്യുന്നുള്ള രീതി. അപ്പം എജുപോർട്ടിൽ എങ്ങനെ പോകുന്നുണ്ട്? എജുപോർട്ടിൽ എന്താ ചെയ്യുന്നത്? എജുപോർട്ടിൽ ഞാൻ പ്രൊഡക്റ്റ് ടീമിലാണ്. അവിടുത്തെ പ്രൊഡക്റ്റിന്റെ ഇപ്പൊ ഫുൾ ടൈം ആയി മാറി. ഇപ്പം പാസ് ഔട്ട് അല്ലേ? ഇന്റേൺഷിപ്പ് ആയിട്ടാണ് ഇപ്പൊ അവിടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നത്. ഇന്റേൺഷിപ്പ് ആണ് ഇപ്പൊ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രൊഡക്റ്റില്. അപ്പം ജീവിതം നന്നായിട്ട് പോകുന്നു. സെറ്റാണ്. യെസ്. അപ്പം വന്നതിലും കണ്ടതിലും സംസാരിച്ചത് താങ്ക് യു. എന്റെ പ്രൊജക്ട് ഒക്കെ ഗിറ്റബിലും ലിങ്കിലും ഒക്കെ അവൈലബിൾ ആണ്. ചെക്കൗട്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. കാശ് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം.